വേടൻ്റെ ആ തിരിച്ചുവരവും എല്ലാം കേരളത്തിലെ ജനങ്ങൾ ഒന്നാകെ സ്വീകരിച്ച ഒരു കാര്യം കൂടിയാണ്. നമുക്കറിയാം വേടൻ്റെ വിഷയത്തിൽ വേടനെതിരെ സംസാരിച്ചിരുന്ന മാധ്യമങ്ങളും വേടനെതിരെ സംസാരിച്ച നമ്മുടെ പോലീസ് ഉദ്യോഗസ്ഥരും ഫോറസ്റ്റും എക്സൈസും എല്ലാം പിന്നീട് വേടൻ കുറ്റകൃത്യങ്ങൾ ചെയ്തില്ല എന്ന് മനസ്സിലാവുകയും പിന്നീട് വേടനെ വെറുതെ വിടുകയാണ് ചെയ്തത്, ജാമ്യത്തിൽ വെറുതെ വിടുകയാണ് ചെയ്തത്. അപ്പോൾ അങ്ങനെ ഇരിക്കെ വേടൻ്റെ കഴുത്തിൽ നിന്ന് പിടിച്ച പുലിപ്പല്ലിൻ്റെ പേരിലാണ് പിന്നീട് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ ഓടിയത്. ആ പുലിപ്പല്ല് വലിയൊരു പുലിവാലായെന്ന് തന്നെ പറയാം. വേടൻ്റെ പുലിപ്പല്ല് തിരികെ കൊടുക്കാമെന്ന് പറഞ്ഞപ്പോൾ വേടൻ പറഞ്ഞത് വേട കേസെല്ലാം കഴിഞ്ഞതിന് ശേഷം തന്നാൽ മതി എന്നാണ്. എൻ്റെ വ്യക്തമായ നിലപാടിൽ അല്ലെങ്കിൽ ശക്തമായ നിലപാടിൽ ഉറച്ചു നിൽക്കുന്ന വേടനെ നമ്മൾ കണ്ടതാണ്. ആ വേടൻ്റെ ബിഹേവിയറും എല്ലാം നമ്മൾ കണ്ടതാണ്. എന്താണ് വേടൻ എന്നുള്ളത് കേരളത്തിലെ ജനങ്ങൾക്ക് മനസ്സിലായതുമാണ്. അപ്പോൾ വേടൻ നിരപരാധിയാണ്, അല്ലെങ്കിൽ വേടനെതിരെ കുറ്റം ചുമത്താൻ പറ്റില്ല എന്നറിഞ്ഞപ്പോൾ, അല്ലെങ്കിൽ കേരളത്തിലെ ജനങ്ങളുടെ വികാരം വേടൻ എന്ന് പറയുന്ന ആ വ്യക്തിക്കൊപ്പമാണ്, ഹിരൺദാസിനൊപ്പമാണെന്ന് മനസ്സിലാക്കി നമ്മുടെ സർക്കാർ നൈസായിട്ട് വേടൻ്റെ ഒപ്പമാണെന്ന് പറഞ്ഞ് ഇറങ്ങി. അപ്പോൾ അങ്ങനെ നിന്ന് കഴിഞ്ഞാൽ വോട്ട് പിടിക്കാമല്ലോ എന്നുള്ളൊരു തന്ത്രം അതെല്ലാവർക്കും മനസ്സിലാവും. ചോറ് ഇരുന്ന എല്ലാവർക്കും ഈ കാര്യം മനസ്സിലാവും. വേടനെ പിടിച്ച സമയത്ത് വേടൻ വലിയ കുറ്റവാളിയാണ്, അല്ലെങ്കിൽ വേടൻ ആഗോള തലത്തിലുള്ള ബന്ധമുണ്ട്, വേടൻ്റെ അമ്മ ശ്രീലങ്കൻ വംശജയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറേ അവന്മാർ ഇറങ്ങി. അപ്പോൾ ഇതിനെതിരെ വേടനെ